മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം യൂസുഫ് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ബിന്യാമീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെല്ലാൻ വേണ്ടി മക്കൾ വന്ന് ചോദിക്കുമ്പോൾ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ 10 പേരുണ്ട് എന്നതല്ല എന്റെ ധൈര്യം, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, എന്നെ നന്നായി സംരക്ഷിക്കാൻ കഴിയുന്ന, എന്റെ കാര്യങ്ങൾ നന്നായി സൂക്ഷിക്കാൻ കഴിയുന്ന ത്രികാലജ്ഞാനിയായ പടച്ചറബ്. അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ഈ പ്രപഞ്ചമില്ലാത്ത കാലം പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ പടച്ചറബ് സുബ്ഹാനഹു വ തആല, അവനേക്കാൾ വലിയൊരു കാവൽ, അവനേക്കാൾ നല്ല ഒരു സഹായി, അവനേക്കാൾ നല്ല ഒരു സംരക്ഷകൻ ആരാണ് സഹോദരന്മാരെ നമുക്കുള്ളത്? യാക്കൂബ് നബി പറയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അല്ലാഹുവാണ് എന്നെ നന്നായി സംരക്ഷിക്കുന്നവൻ, വഹുവ അർഹമുർ റഹീമീൻ, അവൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂനും ഫിർഔന്റെ അടുക്കലേക്ക് പോവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പന അനുസരിക്കാതെ നിർവാഹമില്ല. പക്ഷെ ഭയമുണ്ട് ഉള്ളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരെയും ആശ്വസിപ്പിച്ചു. എന്താ ആശ്വസിപ്പിച്ചത്? ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നുവരെ നാം എന്തിലാണോ ധൈര്യപ്പെട്ടത് അത് മാറ്റിയേ പറ്റൂ. എന്റെ ധൈര്യം എന്റെ പടച്ചറബാണ്, എന്റെ പ്രതീക്ഷ എന്റെ പടച്ചറബാണ്. എന്റെ റബ്ബെന്നെ കൈവിട്ടാൽ ഞാൻ ഒന്നുമല്ലാതായി ദുനിയാവിലും പരലോകത്തും മാറുമെന്ന ബോധമാണ് സുഹൃത്തുക്കളെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ നമുക്ക് പ്രചോദനവും.